CPIMൽ ജ്യോതിഷ വിവാദം. മുതിർന്ന നേതാവ് ജ്യോത്സ്യനെ കാണാൻ പോയതിൽ ഒരു ചർച്ചയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ലെന്ന് CPIM നേതാവ് AK ബാലൻ. ജ്യോത്സ്യനെ വീട്ടിൽ പോയി കണ്ടതിൽ എന്താണ് തെറ്റ് എന്ന് AK ബാലൻ ചോദിച്ചു. ഇപ്പോൾ ഗോവിന്ദമാഷ് ജ്യോത്സ്യനെ കണ്ടു എന്നും പറഞ്ഞാൽ തോന്നുന്നു പറഞ്ഞിരണം. ഇനി കണ്ടാലെന്താ ബന്ധം? ഞാൻ കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അല്ലാത്ത സമയത്തും ഒക്കെ തന്നെ അവരുടെ വീടുകളിൽ പോയിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കാറില്ലേ? രാശി വെച്ച് വിധി നിശ്ചയിക്കുന്നതിന് പോയിട്ടില്ലല്ലോ, അതിനല്ലല്ലോ പോകുന്നത്. പകരം അവരും നമ്മുടെ കുടുംബക്കാരല്ലേ, അവരും മനുഷ്യരല്ലേ, അവരെ സമൂഹത്തിൽ നിന്ന് തള്ളേണ്ട ആൾക്കാരാണോ? ഇനി അവരെടുക്കെ പോയി സംസാരിച്ചു ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു P ജയരാജന്റെ പ്രതികരണം ഈ വിഷയത്തിൽ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദമാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. MV ഗോവിന്ദമാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല. കേട്ടെ ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ജ്യോത്സ്യനെയെല്ലാം ആരെല്ലാം കാണുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് P ജയരാജൻ. എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത്? ഉന്മേഷ്, കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ് കണ്ണൂരിൽ നിന്നുള്ളൊരു മുതിർന്ന നേതാവ് പാർട്ടി നേതാക്കൾ ജ്യോതിഷിയെ കാണാൻ പോകുന്നതിൽ വിമർശനം ഉന്നയിച്ചത്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷികളെ കാണാൻ പോകുന്നത് എന്ന ചോദ്യമാണ് കണ്ണൂർ നേതാവ് സംസ്ഥാന സമിതിയിൽ ഉയർത്തിയത്. ഈ വിഷയം 24 പുറത്തുവിട്ടതോടെയാണ് വ്യാപകമായ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വിവാദമായി പരിണമിക്കുന്നത് തടയാനാണ് ഇപ്പോൾ പ്രതിരോധവുമായി നേതാക്കൾ രംഗത്തുള്ളത്. അതുകൊണ്ടാണ് മുതിർന്ന നേതാവ് AK ബാലൻ ജ്യോതിഷിമാരെ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും കാണുന്നതിൽ എന്ത് തെറ്റാണെന്ന ചോദ്യം ഉയർത്തിയത്. CPIMന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ P ജയരാജൻ വിഷയത്തെ പ്രതിരോധിച്ച് രംഗത്ത് വന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് P ജയരാജന്റെ പ്രതികരണം. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായ മാധവ പൊതുവാളിനൊപ്പം ഇരിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതാണ് ഈ പാർട്ടിയിലെ വിവാദത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. നേരത്തെ പാലക്കാട് ചിറ്റൂർപ്പുഴയിൽ ഒരു വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടിരുന്നു. രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ശ്രീ ഗൗതം എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. രണ്ടാമത്തെ വിദ്യാർത്ഥി അരുണിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്ന് ശ്രീകുമാരൻ അറിയിക്കുന്നുണ്ട് പാലക്കാട് നിന്ന്. കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമല കുന്നിടിച്ച് മണ്ണ് കടത്തിയ സംഭവത്തിൽ പിഴയൊടുക്കാതെ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി മണ്ണിടിച്ചതിന്റെ അളവെടുത്തതിൽ താലൂക്ക് സർവേയർക്ക് പിഴവ് പറ്റി എന്നാണ് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ വാദം. 1.16 കോടി രൂപയാണ് ജിയോളജി വകുപ്പ് നിശ്ചയിച്ച തുക. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, മേഘ കൺസ്ട്രക്ഷൻ കമ്പനി രണ്ടാം റീച്ചിലെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ തന്നെ വീരമലക്കുന്നിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ നടത്തിയിരുന്നു. ആ സമയത്ത് ഈ പ്രദേശവാസികളൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അങ്ങനെ ജില്ലാ ഭരണകൂടവും ജിയോളജി വകുപ്പുമൊക്കെ പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പ് അവിടെ വലിയ തോതിൽ മണ്ണിടിച്ചതായി കണ്ടെത്തിയത്. 65,000 ക്യൂബിക് മീറ്ററാണ് അവിടെ മണ്ണെടുക്കാനുള്ള ഒരു പരിധി നിശ്ചയിച്ചത്. പക്ഷേ ആ പരിധിയൊക്കെ കടന്ന് വലിയ തോതിൽ മണ്ണിടിച്ച് കടത്തിയതായി കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.16